എന്നാ പിന്നെ മുണ്ടെടുത്തു തൊമ്മനും മക്കളുടെ പിന്നെ ചവിട്ടടപ്പാട്ടെന്ന് പറഞ്ഞു. ശരിക്കും അമ്മ തന്ന മുലപ്പാല് കപ്പെന്ന് പറഞ്ഞ ഇതൊന്നും ഉണ്ടാക്കില്ല. എവിടെയുണ്ടോ വർക്കുണ്ടോ അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഈ നിമിഷം വരെ എല്ലാരും വിളിച്ചിട്ടില്ല. നമുക്ക് എന്ത് വേദനകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ആ നിമിഷം പാടെ വാങ്ങി പോകും. മോളിച്ചേച്ചിയുടെ ആ മനസ്സാണ് വെട്ടി തുറന്ന് പറയാനുള്ള സത്യം. അതിപ്പോ എത്ര വലിയ താരമായാലും എത്ര വലിയ മ്യൂസിക് ഡയറക്ടർ ആയാലും മോളിച്ചേച്ചി അത് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അമ്മ സംഘടനയിൽ തന്നെ ഞാനില്ല. കാരണം വെച്ചാൽ 1.5 ലക്ഷം രൂപ കൊടുക്കാൻ കപ്പാസിറ്റി എനിക്കില്ല. എനിക്ക് സഹായമായിട്ട് എനിക്ക് എനിക്ക് തന്നത് ബാലിയാണ്. ഒരു 27,000 രൂപ കൊടുത്തത് നടന്മാരില്. പിന്നെ ഞാൻ ആദ്യമേ ഫസ്റ്റ് ആസ്പത്രി കിടന്നപ്പോഴേക്കും എനിക്ക് മമ്മൂട്ടി ഒരു 50,000 രൂപ സാറ് ആയിരുന്നു. നമ്മുടെ ഒരു അമ്മ സുന്ദരി കുട്ടികളുടെ ഒരു കാര്യമുണ്ട്, പ്യാടിയില്ല കൊടുത്തേച്ചൊരു പ്യാടി വന്നാലേ ഞാൻ എന്റെ ആയിട്ടാ തനി ചാളമേരുടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും വിറച്ചാൽ ഞാൻ എന്റെ കൃപാസനമ്മയുടെ മുമ്പിൽ ചെന്ന് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ച അമ്മേ, ഇനി എന്റെ മക്കൾക്ക് എന്നെ പൊക്കി കൊണ്ടുനടന്ന ആസ്പത്രി ചെലവാക്കാനുള്ള പൈസ ഒന്നുമില്ല. അമ്മ സംഘടനയിലെ മെമ്പർഷിപ്പ് എടുക്കാൻ ആരും അമ്മയെ സഹായിച്ചില്ലേ? അമ്മയെ സഹായിച്ചില്ലേ? 1.5 ലക്ഷം രൂപ അതായത് മരുന്നിന് കാര്യം വെച്ചിട്ട് സഹായിക്കാത്തതാണ് എനിക്ക് അമ്മ സംഘടന സഹായിക്കാൻ. പിന്നെ പെണ്ണുങ്ങളുടെ പേർക്ക് അങ്ങനെ, ആണുങ്ങളുടെ പേർക്ക് ഇങ്ങനെ, പിന്നെ വിപ്ലവം അങ്ങനെ ഒരുപാട് സൃഷ്ടിക്കണം. എന്റെ ഈശോ ബലാഹാരമാണ് മക്കളുടെ സ്നേഹത്തിനായി. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല. അല്ലല്ല, നമ്മൾ ചോദിച്ചിരുന്നല്ലോ, അതായത് ചവിട്ടുനാടകത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവിതമാണോ മറ്റുള്ളവരെ കാണുമ്പോൾ ഏറ്റവും സന്തോഷം, അത് ഇപ്പോഴുള്ള ഒരു ജീവിതമാണ്? അത് ഞാൻ പറഞ്ഞുതരാം. കാരണം ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരദേശത്തുള്ള ജനങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചവിട്ടുനാടകം. മനസ്സിലായോ? ചവിട്ടുനാടകം എന്നും ഇവിടെ ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ടില്ല. അല്ല, തീരദേശം എന്ന് മാത്രം ഉദ്ദേശിക്കുന്ന കാര്യം. എനിക്കൊക്കെ ചവിട്ടുനാടകം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യും. എനിക്ക് ഇഷ്ടമാണല്ല ഈ ലേഡിപ്പാട്ട് പാടും. അറിയത്തില്ല. എന്നാ പിന്നെ മുണ്ടെടുത്തു. ഇവരെക്കാരെന്ന് പറയുന്നത് ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും പറ്റും. അതൊരു അടി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനെ. അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമയിലധികം എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ഈ ചവിട്ടുനാടൻ കലയുടെ ഏറ്റവും വലിയ അത് കാണിക്കാൻ പറ്റും ചവിട്ടുനാടകത്തില്. അതാ ചവിട്ടുനാടൻ കലയുടെ അല്ലെങ്കിൽ കഥകളി പോലത്തുള്ള കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അറിയോ? നമ്മൾ ഈ കല കാണുന്നതിന് മുന്നും അത് അവതരിപ്പിക്കുന്ന എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് ഇത് അറിയാത്തവർ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. ഇല്ലേ? അല്ലാത്ത ഒരാൾക്കാർ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോട്ടാ ഇവരുടെ ഒരു എനർജി ഇവരാ പറയുന്ന. ഞാൻ തീരദേശത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞിരിക്കുകയാണ് ചവിട്ടുനാടകം എന്ന് പറഞ്ഞപ്പ കാരണം പറഞ്ഞുതരാം. പറ. ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞു, മോഹൻലാല് മമ്മൂട്ടി ഇങ്ങനെയൊക്കെ വരപ്പോ മമ്മൂട്ടിയൊക്കെ കുട്ടി സാങ്കില് മമ്മൂട്ടി ചവിട്ടോടകം അഭിനയിച്ചില്ലേ? ചവിട്ടോടമായിട്ട് ഞാൻ കണക്ക് കൂട്ടിയല്ലേ. അതേപോലെ മറ്റേ തൊമ്മനും മക്കളിൽ ചവിട്ടാടപ്പാട്ട്, അതും ചവിട്ടാടമായിട്ട് ഞാൻ കണക്ക് കൂട്ടിയല്ലേ. കാര്യം അത് ചവിട്ടാടപ്പാട്ടല്ല അത്, അതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടിയല്ലെന്ന് പറഞ്ഞത്. ചവിട്ടാടപ്പാട്ടിൽ ഒരുപാട് രാഗങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പൊ നമ്മുടെ സിനിമയിലൊക്കെ ഒരുപാട് രാഗങ്ങളുള്ളത് പോലെ ചവിട്ടാടപ്പാട്ടിലുള്ള ഒരുപാട് രാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രാഗങ്ങൾ, താളങ്ങൾ, പല്ലവികളൊക്കെ അങ്ങ് പഠിച്ചാലും മാത്രമേ നമുക്ക് ആ പാട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മമ്മൂട്ടി അതിന്റെ അകത്ത് ഇത് കുട്ടിസ്രാങ്കിൽ അഭിനയിച്ചു, തൊമ്മനും മക്കളിൽ അഭിനയിച്ച്. അപ്പൊ തൊമ്മനും മക്കളുടെ അത് പിന്നെ ചവിട്ടാടപ്പാട്ടെന്ന് പറഞ്ഞു. പുണ്യവാലി സഖാക്കിനുണ്ടായി 2 മക്കൾ തകിട തകജിമി തകിട തകജിമി. അത് ചവിട്ടാടപ്പാട്ടില്ല. ഈ തകിടേ ഇല്ല, തകജിമില്ല. ഇല്ല. ആ പാട്ടിന്റെ ട്യൂൺ തന്നെ ചവിട്ടുനാടകത്തിന് പറ്റിയതല്ല എന്നാണോ? അല്ല. അത് ശരി. ആ രാഗവുമില്ല, ആ ചവിട്ടട പാട്ടും അല്ലത്. പുള്ളിക്കാരത്തേക്ക് മനസ്സിലായത് ആ പാട്ടേ അല്ല. അതായത് നമുക്ക് ചവിട്ടാടത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പാട്ടാണത്. മനസ്സിലായില്ലേ? ചവിട്ടാട പാട്ട് യാതൊരു തിരിച്ചിട്ട് നമ്മ പാടിക്കൊടുത്തത് അപ്പൊ ആ പാട്ടിനനുസരിച്ച് പാട്ടാണ്. പാടത്തിലോട്ട് വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. തൊമ്മനും മക്കളിൽ പാടിയതിന്റെ ആ അടിസ്ഥാന പാട്ടാണ് ഞാനിപ്പോ ചവിട്ടാട പാട്ടാണ് ഈ പാടിയത്. ഓ അത് ശരി.
പുണ്യവാനി സഖീരുണ്ടായി 2 മക്കൾ കേട്ടാ. താനാനായി 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 തന്നാനായി താനാനി താനാ തന്നായി. എന്നാ ചവിട്ടടപ്പാട്ടം പറഞ്ഞു. ആ ചവിട്ടടപ്പാട്ടാവുക ഇല്ല ഇല്ല. ഇല്ല. ഇത് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ കറക്റ്റാ. കാരണം ഒളിച്ചേച്ചിക്ക് അറിയാം. 2 സ്റ്റൈലാണ് അവിടെ. അതെ. അതുപോലെ ചവിട്ടടപ്പാടുന്ന ആയുന്ന രക്ഷകന് കയ്യർത്തുമുണ്ട്. ആ രാഗമുണ്ട്, താളമുണ്ട്, പല്ലവിയുണ്ട്, എല്ലാം ഒരുപോലെ നടത്തണം നമ്മൾ. ഇത് സ്വന്തമായി പാടുക, സ്വന്തമായി അഭിനയിക്കുക, സ്വന്തമായി മുറഞ്ഞ കൊട്ടുക. അല്ല ഇപ്പൊ മേടിച്ചേ ഇപ്പൊ നിങ്ങൾ ചവിട്ടുനാടകം പ്രാക്ടീസ് ചെയ്യത്തില്ലേ? നമ്മളിത് ഒരു തവണ കാണുമ്പോ തന്നെ നമുക്ക് തോന്നും ഇത്രയും ആൾക്കാർ ഇത് എങ്ങനെ ചാടിച്ചടിച്ച്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് രാവിലെ തന്നെ തുടങ്ങുമോ പ്രാക്ടീസ്, അതോ വൈകുന്നേരമാണോ, അത് ഫുൾ ടൈം പ്രാക്ടീസ് ആണോ ചവിട്ടുന്നത്? ഇല്ല അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങൾ ദൈവസഹായം ഇല്ല എന്നൊരു നാടകമാണ് ഇപ്പൊ ഞങ്ങൾ സംവിധാനം ചെയ്യാൻ പോണത്. അപ്പൊ അത് ഇപ്പൊ 2.5 മണിക്കൂർ കറക്റ്റ്. അതിന് മോടി ചേച്ചി ചെയ്യുന്നുണ്ട് ചവിട്ടുനാടകം? ഞാനില്ല, ഞാൻ സഹസംവിധായിട്ടിരിക്കുന്നതിന്. സംവിധായകൻ എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ രണ്ടാമത്തതാ, മൂന്നാമത്തതാ. അപ്പൊ തകർത്തു വാഴാണ്. അപ്പൊ ഇനി ഒരു സിനിമയെ കൂടെ സംവിധാനം ചെയ്യണം. അയ്യോ അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പറയാൻ പറ്റില്ല, അത് ചിലപ്പോ കയറി വന്നെന്ന് വരും. അപ്പൊ ഞാൻ ഇതിപ്പോ സംവിധാനം ചെയ്യുന്നുണ്ട് നാടകം. ഞാൻ ഇത് 2.5 മണിക്കൂർ കറക്റ്റ്. ഇതേപോലെ 8 മണിയാകുമ്പോ തുടങ്ങി 9, 10, 11 മണിക്കൂർ ഇപ്പൊ പരിപാടി തീർന്നു. വീട്ടിൽ പോകാം നമുക്ക്. അത്രയല്ല. അപ്പൊ ഈ റിഹേഴ്സ് വെച്ചേക്കണ ഇപ്പൊ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും 9 മണിക്ക് നാടകം വരും. 6 മണിക്കൂർ 9 മണിക്ക് നാടകം തീർത്ത് എല്ലാവരും വീട്ടിൽ പോകും. ഒരു ചവിട്ട് നാടകത്തിൽ എത്ര കലാകാരന്മാരുണ്ടാവും? ഇപ്പൊ ഈ ഞങ്ങളുടെ നാടകത്തില് 20 പേരുണ്ട്. 20 പേര്. അപ്പൊ എത്ര ദിവസം പഠിക്കും? അപ്പൊ നമുക്കിത് ഇതിപ്പോ തുടങ്ങിയിട്ട് ആഗസ്റ്റ് 1-ാം തീയതി തുടങ്ങിയ നാടകം. ആഗസ്റ്റ് 15 1-ാം തീയതി തുടങ്ങിയ നാടകം. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 മാസം. ഒരു സിനിമ എടുക്കുന്നതിന്റെ ഒരു പകുതി സമയം. അത്രയുള്ളൂ. അത് വേറൊരു കാര്യമുണ്ട്. മോളിച്ചൊക്കെ ചെറുപ്പം തന്നെ പ്രാക്ടീസ് ചെയ്തു വന്നതുകൊണ്ടാണ് സിനിമ എടുക്കുന്ന പകുതി സമയം. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ പക്ഷെ സിനിമയിലെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ ഈ ചവിട്ടുനാടക മേഖലയിൽ ഒരുപാട് ക്യാരക്ടർ നമ്മൾ അറിയാത്തത് മോളിച്ച് ചെയ്തിട്ടുണ്ട്. മോളിച്ചേ മമ്മൂട്ടിക്ക് മോഹൻലാലിനും ലാലേട്ടനൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? പക്ഷെ അതിനപ്പോൾ സാധിക്കല്ലോ പോലെ ഈ നാടകത്തിൽ അത്ര ബുദ്ധിമുട്ടായില്ല. നമ്മൾ ഈ ചവിട്ടാടത്തിലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ സിനിമയിലൊക്കെ പോലെയൊക്കെ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കാര്യം ഫൈറ്റും കാര്യം തന്നെയല്ല ഇതിന്റെ അകത്തെന്ന് പറയാ. ഇപ്പൊ സിനിമയിൽ നമ്മൾ പാടി വെറുതെ സാധാരണ നമ്മൾ അഭിനയിക്കണ പോലെയല്ലേ ഇതിന്റെ അകത്ത്. ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ 1000 രക്ഷയോടെ അതിന് കയ്യർത്ഥമുണ്ട്, അതിന് മുറകളുണ്ട്. അതെല്ലാം ഒരുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നടക്കൂല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോ ഒരു സിനിമയിൽ ചിലപ്പോ 2 പെണ്ണ 3 പെണ്ണായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും. ഇതൊരു ചവിട്ടാടത്ത് 10-26 ആണുങ്ങളായിട്ടാണ് അവർ പെണ്ണ് അഭിനയിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി. അതാ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കലയാണ് ഈ ചവിട്ടാടം എന്ന് പറഞ്ഞ കല. ശരിക്കും അമ്മ തന്ന മുലപ്പാല് കക്കുന്ന് പറഞ്ഞ ഇതൊരു നാടകത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പാടോടെ നാടകോടെ ചവിട്ടാടോ നാടകം. ഇപ്പൊ എന്നോട് ഒരു കാര്യം ചോദിച്ചില്ലേ, ചവിട്ട് നാടകത്തിൽ കൂടിയാണോ മോൾച്ചിച്ചനെ ജനങ്ങൾ അറിഞ്ഞത്, അല്ലെ സിനിമയിലെ സീരിയലിൽ കൂടിയാണോ? ആ ചോദ്യം അങ്ങനെയല്ലായിരുന്നു. അതായത് മോളിച്ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കല ഏതാണെന്ന്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കല എനിക്ക് ചവിട്ടുനാടകം. കാരണം ഞാൻ എന്റെ ചെറുപ്പം മുതൽ തന്നെ എന്റെ കാരണന്മാര് മുതലായത് ഞങ്ങൾ ആ കലയിലേക്ക് ജീവിച്ചു വന്നവളാണ്. അതുകൊണ്ട് ആ കല ഇന്ന് നമ്മളത് ഇത്രയും എന്താ പറഞ്ഞ മരിച്ച് മണ്ണുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉയർത്ത്. പക്ഷേ കർത്താവ് ചോദിച്ചാൽ 3-ാം നാൾ ഉയർത്തെന്ന് പറഞ്ഞാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേച്ച് വന്നിട്ട് പിന്നെയും കളിക്കണേ ചവിട്ടണത്. ഒരു സംശയം ചോദിക്കട്ടെ മോൾ ചേച്ചി, നമ്മളിപ്പോ മോൾ ചേച്ചി ചവിട്ട് നാടകത്തിന്റെ ഈ മേഖലയിൽ നിന്ന് വന്ന് പെട്ടെന്ന് സിനിമയിലേക്ക് വന്നപ്പോ എന്താണ് സിനിമയാണോ മോൾ ചേച്ചിക്ക് എളുപ്പമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ചവിട്ട് നാടകം തന്നെയായിരുന്നു ഇതിന് നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷെ സിനിമയുടെ ഏറ്റവും നല്ലത് കാരണം എന്താ പറയുക, സിനിമയിൽ ഇത്ര വരെ കഷ്ടപ്പാടില്ല. കാരണം സിനിമയിൽ നമ്മൾ ഇന്ന് അഭിനയിച്ചാൽ മതി. മോൾ ചേച്ചിക്ക് ചവിട്ട് നാടക കലാകാരനും 10 വരെ അറിയുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ സിനിമാ കലാകാരിയായിട്ടാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് എല്ലാ രീതിയിലും നടന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. മോളി ചേച്ചി സിനിമയെ പറ്റി അവള് ചോദിക്കുകയാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകണം, വേദന ഉണ്ടാകുമ്പോഴും ഇല്ലെങ്കിൽ നമുക്ക് വർക്കില്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കിനും ഇത്രയും പ്രശസ്തരായ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണല്ലോ മോളി ചേച്ചി. ആരായിരിക്കും അങ്ങനെ വിളിക്കുക? സുഖമാണോ, എവിടെയുണ്ടോ, വർക്കുണ്ടോ, അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഈ നിമിഷം വരെ ആരും വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല. പിന്നെ വിളിക്കാറുണ്ട് എനിക്ക്. ഞാൻ കോമഡി ഷോയിലൊക്കെ പോകുന്ന കുറച്ച് പിള്ളേരുണ്ടായിരുന്നു എനിക്ക്. അവര് വിളിക്കുവാൻ ഇടക്കിടക്ക്.
അവര് മാത്രം. അത് കാരണം എന്നെ വെച്ചിട്ട് ഷോ നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട്. ഒത്തിരി അടുത്തുള്ളവരൊക്കെ നമ്മളെ കണ്ടിട്ട് കാണാതെ അവരൊക്കെ ഇന്ന് വലിയ നിലയിലായി. ഇപ്പൊ നമ്മൾ ഇത്ര ക്ഷീണക്കാരത്തി ആയതുകൊണ്ട് അവർക്ക് ഇപ്പൊ നമ്മളറിയില്ല, അവര് വലിയവരായിപ്പോയില്ലേ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മുമ്പിൽ ചെല്ലുമെന്നാണ് അവർക്ക് വലിയൊരാളെന്ന് തോന്നി. പക്ഷെ ജനങ്ങളുടെ ഉള്ളിലും മോളി ചേച്ചി ഇപ്പൊ വലിയ ആൾ തന്നെയല്ലേ. അതെന്താണ്? അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ജനങ്ങള് എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതെനിക്കറിയാം. ഇത്തിരിയാത്ത കുഞ്ഞുങ്ങൾ പോലും എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസത്തേക്ക് ഉപ്പാട് ഞാനൊന്ന് പൂച്ചാക്കൽ ഞാൻ പോയായിരുന്നു. അപ്പൊ ഞാനവിടെ ചെന്നപ്പോ അത് ജോയിക്കാൻ മെറ്റി സാറിന്റെ ഒരു ക്ലാസ്സിലെ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഞങ്ങൾ നാടകത്തിൽ ദൈവസഹായം പിള്ള നാടകത്തില് ഒരു 20 പേരെ സാർ ആദരിച്ചവിടെ. അപ്പൊ അത് ചെറിയ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി, അപ്പൊ ഇതെല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ആ 20 പേരെ സാർ ആദരിച്ച്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ പിള്ളേരിക്കട അത് +2 വരെ ആയിട്ടേ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ തന്നെയുള്ള ആഘോഷവും സന്തോഷവും ഒക്കെ എന്താ പറയാ, അത്രക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ. എന്റെ ആദരവ് കഴിഞ്ഞ് ഞാൻ ആദരിച്ച് എന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് ദൂരെയില്ല, 8 മാറിയിട്ട്. അത് 1 മുതൽ 4 വരെ ഉള്ള ക്ലാസ്സിലായിരുന്നു. ഇച്ചില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കിടെ ഓരോ എന്താ പറയാ, അത് നമുക്ക് എന്ത് വേദനകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ആ നിമിഷം പാടെ മാഞ്ഞു പോകും. പിള്ളേരുടെ ആ ചിരിയും കളിയും തമാശയും പാട്ടും എന്ത് രസമാണെന്നറിയാം. അതേപോലെ ഞാൻ വെച്ചാൽ പിള്ളേരും ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ സാറന്മാരും ഒക്കെ ചുവപ്പും വെള്ള, ഇതില് സിസ്റ്റർമാര് മാത്രം വെള്ള. അപ്പൊ പിള്ളേർക്കാണ് മോളി ചേച്ചി ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർക്കാണ്? അല്ല, എനിക്ക് അങ്ങനെ പിള്ളേരാണെങ്കിൽ നമ്മള് പിള്ളേരെ എത്ര സ്നേഹിക്കുന്നില്ല. ആ പിള്ളേരുടെ ഉള്ളിൽ നമ്മളൊരു കഥാപാത്രമായിട്ട് അല്ലേ ചാളം മരിച്ചു വന്നെന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കി. ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന നിഷ്കളങ്കമായ സ്നേഹമാണ് അവരുടെ. അതാണ് എനിക്ക് ഏറ്റവും വലിയ. നമ്മളിവിടെ വന്നപ്പോ തന്നെ കണ്ടു മോളി ചേച്ചിയുടെ കുഞ്ഞുങ്ങളായാലും ശരി, അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാനാണെങ്കിലും അപ്പുറത്തെ പിള്ളേരുണ്ടാവും, ഇപ്പുറത്തെ പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. വട്ടം പറഞ്ഞ് ഞാൻ കഴിക്കണം. മേടിച്ചേച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിച്ചട്ടെ. അതായത് ഇപ്പൊ നമ്മളിപ്പോ മേടിച്ചേച്ചി പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെങ്കിലും ഞാൻ തുറന്നു പറയും. എനിക്ക് ഇഷ്ടമില്ലാതെ കളിയാക്കാൻ വരുന്നവരാണെങ്കിലും ഞാൻ കറക്റ്റായിട്ട് ഓടിച്ചു പറയും. മേടിച്ചേച്ചി ഇപ്പൊ സിനിമയിൽ ഇപ്പം ആ ചവിട്ടുനാടത്തിന്റെ പാട്ട് ഇറങ്ങിയത് വളരെ അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കയൊക്കെ അത് അഭിനയിച്ചാലും അത് കറക്റ്റ് അല്ല എന്ന് കറക്റ്റായിട്ടും പറഞ്ഞു. അത് മോളിച്ചേച്ചിയുടെ ആ മനസ്സാണ് വെട്ടിത്തുറന്ന് പറയാനുള്ള സത്യം. അതിപ്പോ എത്ര വലിയ താരമായാലും എത്ര വലിയ മ്യൂസിക് ഡയറക്ടർ ആയാലും മോളിച്ചേച്ചി അത് പറഞ്ഞു. ഇനി അടുത്ത മോളിച്ചേച്ചി പറഞ്ഞു, എന്നെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നവരെ ഞാൻ നല്ല ചുട്ട മറുപടി, അല്ലാത്തവരെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയും, അവരായിട്ട് ഞാൻ കൂട്ടുകൂടുകയും കമ്പനി കൂടുകയും ഒക്കെ ചെയ്യും. ഇത്രയൊക്കെ കറക്റ്റായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ മോളിച്ചേച്ചി ഇപ്പൊ സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഇതിനു വേണ്ടിയിട്ട് വരുന്ന സംഘടനകളും പോരാളികളും ഒക്കെ മുന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കിപ്പോ മോളി ചേച്ചി ഇത്രയും വലിയൊരു കലാകാരിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ കൂടെ ഈ സ്ത്രീകൾക്ക് വേണ്ടി മുന്നിൽ വരുന്ന ഈ സ്ത്രീകൾ തന്നെ മോളി ചേച്ചിയെ പോലുള്ള ആൾക്കാരെ വിളിക്കുകയും അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിക്കുകയും ചെയ്യണ്ടേ. തീർച്ചയായിട്ടും ഇത് സാമ്പത്തികമായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കലാകാരി ഇവരാരും വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ശരിക്കും പറയാം അത് കേൾക്കുമ്പോൾ നല്ലൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഏത് സംഘടന ഉണ്ടാക്കിയാലും ആര് സംഘടന ഉണ്ടാക്കിയാലും അത് വർക്കുകളുള്ളവർക്കും അല്ലെങ്കിൽ കാശുള്ളവർക്കും വേണ്ടി മാത്രമാകരുത്, അല്ലേ? അത് അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ആയിരിക്കണം ഒരു സംഘടന ഉണ്ടാകുന്നത്. മോളി ചേച്ചിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ അമ്മ സംഘടനയിൽ തന്നെ ഞാനില്ല. കാരണം വെച്ചിട്ട് 1.5 ലക്ഷം രൂപ കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അതിൽ ഇത്രയും സ്റ്റാറുകളൊക്കെ ആരെയും മോളി ചേച്ചിക്ക് ഒരു സഹായം? എനിക്ക് സഹായമായിട്ട് എനിക്ക് എനിക്ക് തന്നത് ബാലയാണ്. ഒരു 27,000 രൂപ കൊടുത്തത് നടന്മാരില്. പിന്നെ ഞാൻ ആദ്യമേ ഫസ്റ്റിൽ ആസ്പത്രി കിടന്നപ്പോഴേക്കും എനിക്ക് മമ്മൂട്ടി ഒരു 50,000 രൂപ സാറ് തന്നായിരുന്നു. അതെനിക്ക് തന്നു. പിന്നെ ബാല തന്നത് എനിക്കൊന്നും അറിയില്ല. കാരണം എന്റെ മകനാണ് അന്ന് ആ സമയത്തൊക്കെ. കാരണം എനിക്ക് മരിച്ചെന്നുള്ള ഇത് ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞ് എന്നെ കൊണ്ടുപോയിക്കോ, അറിയിക്കണ്ടൊക്കെ അറിയിച്ചോ, ഇവിടെ ഇയാളെ തിരിച്ചു കിട്ടുമോ, നിങ്ങൾ ഇവിടെ പോയാലും കിട്ടൂല എന്ന് പറഞ്ഞെന്നെ. പക്ഷെ എന്റെ മക്കളും എന്റെ മരുമക്കളെ
കണ്ണുനീരിന്റെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്നും എനിക്ക് 5 പേരക്കുട്ടികളും ഞാനെന്ന് പറയാൻ ജീവനാ. അല്ലെ ഞാൻ പെട്ടെന്ന് അവരൊരു സ്വപ്നത്തിൽ പോലും ഞാനൊന്ന് മരിച്ചെന്ന് അവർ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചങ്ക് തകർന്നു പോകും. എന്നാ പേരക്കടാക്കളോട് തലവിടുതാൻ കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ഇത് അമ്മൂമ്മ പേരക്കടാവും തന്നെയാണോ അതിനൊക്കെ കാര്യം വേറെ. പക്ഷെ അവർക്കിടെ മൂക്ക് പോലും പേരക്കട എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് പെൺമക്കളോട്, ആൺമക്കളോട് എനിക്ക് അത്ര വലിയ താല്പര്യമല്ല. പെൺകുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര ജീവനാ. ഇവിടെ 2 പേർക്ക് വേണ്ടി 3 പേരുണ്ട്. കാര്യം ഇളയതിന് 2 ആളുണ്ട്, മൂത്തതിന് 1 ആളുണ്ട്. അങ്ങനെ 5 പേര്. 5 മറ്റേ മൂത്തൻ 2 ആണും 1 പെണ്ണും. ഇളയതിന് 2 പെണ്ണാണ്. അപ്പൊ ഇളയാളാണ് ആദ്യം മക്കളുണ്ടായത്. അപ്പൊ ഈ 3 പെൺമക്കളും എന്റെ വിറച്ചോട്ടില്. ഞാൻ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇവരല്ലാതെ മോളിച്ചേച്ചി വേറെ ആരും സഹായിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല? എനിക്ക് ഇത് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇവിടെ ജോസ് വരാപ്പുഴ പ്രൊഡക്ഷൻ കൺട്രോളർ, പുള്ളിക്കാരന്റെ വർക്കിൽ ഒരുപാട് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്ഷീണത്തിൽ കിടന്നപ്പോ പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി പുള്ളിക്കാരൻ ചെയ്തു. ഈ ജോയിക്ക മേത്തി സാറ്, അപ്പൊ സാറ് ഇവിടെ വന്നു. സാറിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാറ് കണ്ടു. വീട്ടില് ഇവിടെ വന്നായിരുന്നു സാറ് വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ പോലും എനിക്ക് മരുന്നിനാണെങ്കിലും എന്തിനാണെങ്കിലും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ജോയിക്ക മേത്തി സാറ്. നമുക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും അത്ര നല്ലൊരു ക്ലിയർ മനുഷ്യനാണ്. ഞാൻ ആരുടെ മുമ്പിലും പറയാം, എനിക്ക് വല്ല കൈക്കൂലി വന്നിട്ടാ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓരോരുത്തരെ ശരിക്കും അടുത്ത് ഞാൻ അറിഞ്ഞത് കൊണ്ടിട്ടാ ഞാൻ പറയാം. അത് ഒപ്പത്തിനൊപ്പത്തിന് കാണുന്ന ഒരു കലാകാരിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനം അതാണ്. അതെ അതെ, കാരണം സാർ എന്ത് കാര്യം ഇപ്പൊ സാറിപ്പോ ഒരു സിനിമ എടുക്കാം. ഇപ്പൊ ഞാൻ സാറിന്റെ ഒരു ഇംഗ്ലീഷ് മൂവി ചെയ്തു. സാറ് ഇംഗ്ലീഷ് മൂവി ചെയ്തിട്ട് അവിടെ നിന്നിട്ട് പുറത്ത് ചെയ്തിട്ട് ഫോൺ ചെയ്ത് കഥ പറയും. ഇവിടെ വന്നു വരുമ്പോ എനിക്ക് സ്കിറ്റ് കൊണ്ടാലും കുറ്റു കൊണ്ടാലും കിറ്റ് കൊണ്ടാലില്ല. അവിടെ അപ്പ പറഞ്ഞ് തീർത്തോളാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് സാറിന്റെ പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത്, ഞാൻ ഇംഗ്ലീഷ് മൂവി ചെയ്യുന്ന സമയത്ത് ഒരു 4 ഷീറ്റ് ഉണ്ട്. അത് ഈ ഒരൊറ്റ ദിവസം കൂടെ തീയേണ്ടത് 2 ദിവസം എങ്ങനെയും കടിച്ച് തൂങ്ങണം, അതായത് തീരുവള്ളി. അപ്പൊ സന്ധ്യ ആ സ്കിറ്റ് എടുക്കാൻ നേരത്ത് അത് ഭയങ്കര സീക്വൻസ് ആയ സീനുമാണ്. കാരണം ഒരു അമ്മാമ്മയും മകനും ആയിട്ടുള്ള ഒരു വേദന, ഇങ്ങനെ ഒരു ഭാഗം തളർന്നു പോയൊരു മകൻ ചിത്രം വരക്കുകാരനാണ്. അങ്ങനെയുള്ള ഒരു ഭയങ്കര സീനാണത്. അപ്പൊ ആ സീനിന്റെ സമയത്ത് ഇത് നമ്മൾ പറയുകയും ചെയ്യണം, നമ്മൾ അഭിനയിക്കുകയും ചെയ്യണം. നമ്മുടെ കണ്ണീര് കൂടി എന്നോട് പറഞ്ഞു, ചേച്ചി നമ്മൾ മാനൊന്ന് വായിച്ചായിരുന്നു കേക്കട്ടെന്ന് പറഞ്ഞു. സ്കിറ്റ് വായിച്ചു. നമ്മളേറ്റവും ക്യാമറയൊക്കെ റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞു. പ്രോമിറ്റ് ചെയ്തോന്ന് പറഞ്ഞിട്ടാ പുള്ളി ബാക്ക് പുറത്ത് നിന്നിട്ട് പ്രോമിറ്റ് ചെയ്യണേ. ഞങ്ങളകത്ത് റൂമിലാണ് ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കണം. പുള്ളികൾക്ക് കൊണ്ട പ്രോമിറ്റ് ചെയ്യല. ഞാനിടാതെ അവിടെ ഒന്നും വില വെക്കയില്ല. ഇവിടെ തട്ടിക്കൊടിക്കേ, ഇവിടെ അടിച്ചു കൊടുക്കേ. 1 മണിക്കൂറൊക്കെ കൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യിച്ചു. ആ 4 വരി ക്ലോസ് ചെയ്യിച്ചു. സാറിങ്ങാട് വന്നേച്ച് കെട്ടിയങ്ങൾ എന്നെ പിടിച്ച് എന്നെ ഉമ്മൻ ചെയ്തു. എന്താ കാര്യം ചോദിച്ചു. ഞാൻ ചെറുപ്പം പോലെ ഒരുപാട് ആൾക്കാരോട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരോട്. പക്ഷേ ഇതേപോലെ പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നോട് പറയാണ്. ഇതേപോലെ പറഞ്ഞിട്ട് എന്റെ കൂടെ ഇങ്ങനെ ആദ്യമായിട്ടാണ്. സാറ് പിന്നെ ഇവിടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാനുണ്ടാ സാറ് എടുത്ത് ഇതേ ആദ്യം അടിക്കുള്ളൂ. സാറിനത് ഭയങ്കര കൗതുകമായിട്ടാണ് സാറിങ്ങനെ പറയണത്. എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്കെന്നാ അത്ര വലിയ വിദ്യാഭ്യാസവും ഇല്ല. എനിക്കധികം വിദ്യാഭ്യാസം എനിക്കില്ല. ഒരു ABCD കൂട്ടി വായിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ആ വായിക്കാൻ അറിയാൻ പറഞ്ഞ ഇംഗ്ലീഷ് മൂവി ചെയ്തിടിയേ പണി മാറിയാ. ദൈവത്തിന്റെ ഒരു കൈമുദ്രയില്ലേ എന്നിലുണ്ട്. പിന്നെ ഗുരുനാഥന്റെ അനുഗ്രഹവും ആ ദൈവത്തിന്റെ കൈമുദ്രയാണ്, എന്റെ അമ്മ മാതാന്റെ കൈമുദ്രയാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കണതും. എന്റെ ഗുരുനാഥൻ എന്നെ അനുഗ്രഹിച്ച അനുഗ്രഹമാണ് ഇന്ന് ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്ന് മോളിച്ചേച്ചിയുടെ കൂടെയാണ് നമ്മൾ ഇരുന്നത്. നമുക്ക് സാധാരണ വലിയ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും പേടിച്ചാണ്.
ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അമ്മ സുന്ദരി കുട്ടിയാണ്. ഒരു കാര്യമുണ്ട്, പേടിയില്ല. കൊടുത്തേച്ചൊരു പേടി വന്നാലേ ഞാൻ എന്റെ ആയിട്ടാണ് തനി ചാളമേരുടെ കാണിച്ചിരുന്നെങ്കിൽ രണ്ടും വിറച്ചാൽ എനിക്ക് പക്ഷെ അറിയാൻ പറ്റും. അന്നാലും നമ്മൾ വിറക്കത്തില്ല. കാരണം ഈ മനസ്സറിഞ്ഞ ഏതൊരു വ്യക്തിക്ക് എത്ര എന്ത് പറഞ്ഞാലും ശരിയാ. കാരണം അതുകൊണ്ടിട്ടല്ല മോനെ ഇപ്പൊ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ തന്നെ. അതെ അതെ. ഇപ്പൊ അത് ഞാൻ പറയാം, അത് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഭയങ്കര നിരാശയായി. കാരണം എന്താ വെച്ചാൽ എനിക്കുള്ള മക്കളെന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളികള. അവര് കടലിൽ പോയാലോ കായലിൽ പോയാ, ഇനിയിപ്പൊ എന്റെ മകൻ വല നീട്ടിയിട്ട് രാവിലെ വെളുപ്പിനെ പോയി വല നീട്ടി, ഇപ്പൊ ഇത്തിരി പാട് വല നീട്ടി 5-6 കിലോപ്പ് 2 കഴിക്കാഴ്ചയും കിട്ടി. ഇനിയിപ്പൊ വൈകുന്നേരം ആകുമ്പോ ഒന്ന് പോകും, വല ഒന്ന് പിടിക്കാൻ പോകും, അതിന് കിട്ടണ കൊണ്ടുവന്ന് വെക്കും. പിന്നെ വെളുപ്പിന് പോകും, പിന്നെ വല കിട്ടണം, അത് കിട്ടണമായിട്ടാണ് മാർക്കറ്റിൽ കൊണ്ട് ചിലപ്പോ 10, 300 അല്ല 10, 400 രൂപ. അതിന് മേലെ എന്റെ ഭാര്യ കിട്ടിയല്ല. കാരണം പുഴയിൽ പിന്നെ വായിൽ വന്ന് തിങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കടലാട്ട് വെള്ളം ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിതം തന്നെ ശരിക്കും കണ്ണീര് കഴിയുന്ന ജീവിതം. അവിടെയൊക്കെ പട്ടിണിക്കേടും ദാരിദ്ര്യം കഷ്ടപ്പാടും കഴിയുന്ന ആളാണ്. പിന്നെ എനിക്കൊരു മാസം ഞാൻ മരുന്നിൽ പോണെങ്കിൽ കയ്യും പൊത്തി 10,000 രൂപ വേണം. ഒരു മാസത്തെ മരുന്നിന് മാത്രം. ഒരാഴ്ചത്തെ മരുന്നിന് വേണ്ടി മാത്രം എനിക്ക് വേണ്ട 2 രൂപ 2,000 രൂപ 3,000 ഒറ്റ ഒരാഴ്ചത്തെ മരുന്നിന് വേണ്ടി എനിക്ക്. പിന്നെ ഈ ഇൻഹിലർ ഒരു 530 രൂപ ആ സാധനം 2 എണ്ണം എനിക്ക്. പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ ഒരു 10,000-3,800 രൂപ പറ്റിയ ഇഞ്ചക്ഷൻ വേണം എനിക്ക് ഒരു മാസത്തില്. ഇപ്പൊ ഒരു 2 മാസം പറ്റേ ഞാൻ പോകാതിരുന്ന് പിന്നെ പോയി മരുന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും സത്യം പറഞ്ഞാല് ഞാൻ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോ തന്നെ കയ്യിൽ കൊണ്ടാളെ കാശൊക്കെ തീരും. ചീട്ടും മേടിച്ചോണ്ട് പോരും. എന്നിട്ട് പടിയെന്തെങ്കിലും കിട്ടുമ്പോ ഒരാഴ്ചത്തെ മരുന്ന് വെച്ച് മേടിച്ചു തരും. അത് ഞാൻ എന്ത് ചെയ്യും, ഇന്ന് കഴിച്ചെങ്കിൽ നാളെ കഴിക്കാം, മരുന്ന് കഴിക്കും. കാരണം പെട്ടെന്ന് മരുന്ന് കഴിച്ച് നമുക്ക് ആശ്വാസം കിട്ടും, നമുക്ക് പുറത്തേക്ക് നടക്കാം. ആ കപ്പാസിറ്റി നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് നോക്കിക്കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കും. പിന്നെ ഇന്നാളി ചെന്നപ്പോഴേക്കും എനിക്ക് ഒട്ടും പറ്റില്ല. അതായത് നെഞ്ചെന്നടിച്ച് ഞാൻ വീണ് വല്ല ശ്വാസം മുട്ടി വല്ലാത്ത പ്രയാസം, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ പറ്റുമ്പോഴേക്കും മരിക്കാൻ വരെ വയസ്സമായി വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ. അവിടെ ചെന്ന് ഡോക്ടറടിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് സൈക്ലവും ചെയ്യാന്ന് പറഞ്ഞു, നമ്മളിട്ട് പരിശോധിക്കാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് ECG എടുക്കാൻ പറഞ്ഞു. പോയി എടുത്ത് ECG എടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വലിയ കാര്യമില്ലെന്ന് പറഞ്ഞു. ഒന്ന് പോയി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് ECG കാര്യം ഞാൻ കുളിപ്പിച്ചില്ല കേട്ടാ, അത് കാര്യം പറയാം. അത്ര സ്നേഹമുള്ള ഒരു ഡോക്ടറാണത്. ആ ഡോക്ടർ ആണ് എന്റെ ജീവൻ തന്നെ തിരിച്ചടിക്ക് തന്നത്. അത്ര നല്ലൊരു മനുഷ്യനാണ് ഈ പിന്നെ മെഡിക്കൽ ഇരിക്കുന്ന ഡോക്ടർ. ഡോക്ടറുടെ പേര് അറിയോ? ഡോക്ടറിന്റെ പേര് ജോർജ് മൊത്തി. ഏത് ആശുപത്രിയിലാണ്? ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ജോർജ് മെത്തി സാറാണ് എന്റെ ജീവൻ തന്നെ തിരിച്ചടി പൊടി പിടുങ്ങി ഇരുത്തണ പുള്ളിക്കാരൻ. അവിടെ ചെന്ന് ടെസ്റ്റ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഈ ക്യാൻസർ കാര്യം പറഞ്ഞപ്പോ ഞാൻ കാര്യമല്ലേ ഞാൻ ഏറ്റവും ഞാൻ വരുമെന്ന് പറഞ്ഞു. സാറ് നോക്കിക്കൊണ്ടിരുന്ന പണിഞ്ഞാട്ട് വന്നു പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോയത് ഞാൻ ഡോക്ടറോട് തന്നെ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, എന്റെ ക്യാമറ പരിശോധിക്കാറ് എന്നെ പരിശോധിക്കാൻ ഒരാളുണ്ട്, ഞാൻ അയാൾക്കിടയ്ക്ക് പോയിട്ട് മൊത്തം എന്നിട്ട് നമുക്ക് പരിശോധിക്കാന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വന്ന് പിറ്റേന്ന് വിറ്റൊന്ന് നേരെ പോണത് കൃപാസനത്തിലാട്ടാണ്. ഞാൻ എൻ്റെ കൃപാസനമ്മയുടെ മുമ്പിൽ ചെന്ന് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ച, അമ്മേ ഇനി എൻ്റെ മക്കൾക്ക് എന്നെ പൊക്കിക്കൊണ്ട് നടന്ന ആസ്പത്രിയിൽ ചിലവാക്കാനുള്ള പൈസ ഒന്നുമില്ല. അന്ന് എന്നെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ സന്നദ്ധനായി വന്ന് പണ്ട് 2-2.5 ലക്ഷം രൂപയോളം ഫിറോസ് കുന്നുംപറ എനിക്ക് ആസ്പത്രി ചെലവിന് വന്ന് എൻ്റെ ഈ പറമ്പ് വീടും പണിയത്തിനിരിക്കാറ് ബാങ്കിൽ ജെറ്റ് നോട്ടീസ് വന്ന് എൻ്റെ ആസ്പത്രി കൊണ്ടുവന്ന് പിറ്റേഴ്സ് ജെറ്റ് നോട്ടീസ് വന്ന് 5,35,000 രൂപ കൊടുത്ത് 35,000 രൂപ മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. 5 ലക്ഷം രൂപ മുടക്കി ഈ പട്ടായ ഒടിപ്പിച്ച് വന്ന ഫിറോസ് കുന്നുംപറ. പിന്നെ ആസ്പത്രി കിടന്ന സമയത്ത് എനിക്ക് ഒരുപാട് പൈസകൾ ചിലവാക്കി എനിക്ക് വേണ്ടി സഹായിച്ചില്ല. നമ്മുടെ ജോയിക്കമേറ്റി സാറിന്റെ പേരിൽ കുറെ ആൾക്കാർ ഇങ്ങനെ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ ആസ്പത്രിയിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ മകൻ രക്ഷപ്പെട്ടപ്പോൾ ഈ ബാല്യം എന്ന് പറഞ്ഞ മകൻ ആദ്യം തന്നെ 10 രൂപ കൊടുത്ത് പിന്നെ 7 രൂപ കൊടുത്ത് പിന്നെ ഞാനും ഇനി ജെറ്റ് നോട്ടീസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മകനെ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു 14,000 രൂപ ചെക്ക് തന്നു. അത് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത്
ഇത് ആ ചെക്ക് മേടിച്ചോട്ട് എന്റെ ദൈവഭാഗ്യം നോക്കുമ്പോൾ ഞാൻ ആ ചെക്ക് മാറിയിട്ടില്ലായിരുന്നു. ഈ ചെക്ക് എന്റെ കയ്യിൽ ഇരിക്കല്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ചേച്ചിക്ക് 10 ലക്ഷം രൂപ പിന്നെ ബാല തന്നല്ലോ. ഞാൻ വാ കുളിച്ചു പോയി. എന്റെ ദൈവഭാഗ്യം നോക്കുവാനെ ഞാൻ അപ്പൊ തന്നെ ഫോണെടുത്ത് ചെക്ക് അടിച്ചെടുത്തു കൊടുക്കുകയാണ്. ഈ ചെക്ക് ലീഫ് അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് അടിച്ചു കൊടുക്കുകയാണ്. മോനെ ഇതാണ് മോനെ ചെക്കെന്ന് പറഞ്ഞു. അപ്പ ഫിറോസ് ലൈഫിൽ വന്നു. ആ പാവം മോളി ചേച്ചിയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ആൾത്തരത്തിൽ നടന്നതെന്ന് പറഞ്ഞ് ലൈഫ് ഒരു നടത്തി കളഞ്ഞു. ബാലക്കെതിരെ ആ ആരിട്ടെന്ന് അറിയാം, അമ്മ ബാലക്കും അറിയില്ല. ഈ 10,000 രൂപയുടെ ചെക്ക് 10 ലക്ഷം രൂപയൊക്കെയാണ് ആരണ്ട് ഒരു ചാനലുകാരി. ബാല അറിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞ. ബാല അറിഞ്ഞിട്ടില്ല. 10,000 രൂപയുടെ ചെക്ക് 10 ലക്ഷം രൂപയൊക്കെയാണ്. ചെക്ക് മാറാഞ്ഞോണ്ട് അതെടുത്ത് ഞാൻ ഇട്ടും കൊടുത്ത്. അതുകൊണ്ട് ദൈവഭാഗ്യായിട്ട്. പിന്നെ ബാല പറഞ്ഞ്, എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ നടക്കണത്? തടിമാടം പോലത്തെ 2 ആമക്കളല്ലേ, വിലയെടുത്ത് കൊടുത്തൂടെ? ഇങ്ങനത്തെ എന്താ സമ്പനെ വെച്ച് തെളിക്കേണ്ട കാര്യം കൊണ്ടാണ് അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. പക്ഷേ എന്റെ ഭവനത്തിൽ കയറി വന്ന ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ ജീവിതം എന്താണെന്നല്ലേ? തീർച്ചയായും. അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതെ, എന്റെ ഭവനത്തിൽ വന്നിട്ട് വേണം, എന്നെ കണ്ടിട്ട് വേണം എന്റെ ഭവനത്തിന്റെ ജീവിതം എന്താ, എന്റെ കിടപ്പുവാസന എന്താന്ന് കണ്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ നമുക്ക് സന്തോഷമായ കാര്യമാണ്. ഈ 2 ബെഡ്റൂമും ഈ ഒരു ഹാള് ഞങ്ങൾക്ക് ഉണ്ട്. 10 അംഗങ്ങളുള്ള വീടാണിത്. അറിയണം. ഒരു ഭാര്യയും ഭർത്താവും കിടക്കണ ഈ മുറിയിൽ, ഈ ഹാളില്. ഞാനും എന്റെ ഞാനും 2-3 പേരക്കിടാനും കിടക്കണ ആ മുറിയിൽ, ഇളയമാര് മക്കൾ കിടക്കണ ആ മുറിയിൽ. ആലോചിച്ചൊക്കെ ജീവിതം എന്താണ്? അന്നാണ് ഞങ്ങൾ ജീവിക്കണില്ലേ സന്തോഷമായിട്ട്? ആരുടെ ഒരു പരാതി പറയുന്നുണ്ട്? അറിയില്ല. ഞാൻ ദൈവത്തോട് പരാതി പറയുന്നുണ്ട്. എന്താണെന്നറിയാം? ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യം മാത്രം, ദൈവമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞൊരു എന്തെങ്കിലും വെച്ച് അതിൻ്റെ അകത്ത് ഒരു ദിവസം കിടന്നു മരിക്കരിക്കട തന്നെയെന്ന് മാത്രം ഞാൻ മാതാവിനോട് ചോദിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് കുറെ പൊന്ന് വേണം, സ്വർണം വേണം, പ്രവടി വേണം, എനിക്ക് പ്രമോഷൻ കയറി പോകണം, അങ്ങനെയുള്ള ആഗ്രഹം എനിക്കില്ല. അങ്ങനെയുള്ള ആളുമല്ല ഞാൻ. ഇപ്പൊ ഏത് സിനിമ എടുത്ത് ഇന്ത്യയിലും കൂടുതൽ വലിയ ഇന്റർവ്യൂ ഒക്കെ ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. എന്നെപ്പോലെ ഒരാളും വന്നിരുന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാ? ഇല്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് അത്രേ, എന്നെ അറിയുന്ന ജനങ്ങൾ അറിയട്ടെ. എന്നെ അറിയാം ജനങ്ങൾക്ക് ഞാൻ ആരാണെന്ന്. ഞാൻ പാവപ്പെട്ടവളാ, അത് മാത്രം അറിഞ്ഞാൽ മതി. എന്നെ അതിൽ കൂടി ജീവിക്കുന്നവളാ. എന്നെ അറിയുന്നവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് തന്നെ എന്നെ അറിയുന്ന എൻ്റെ ജനങ്ങൾക്ക് എനിക്ക് എല്ലാവിധ സഹസൗകര്യവും തന്നാൽ എനിക്ക് ജനങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി കടപ്പാട് കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട ഒരു പ്രാർത്ഥിക്കണമുണ്ട്. ഞാൻ ഈ വീട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി നേർച്ച കഴിച്ച ആൾക്കാരുണ്ട്. അറിയാമോ? ഒരുപാട് ജനങ്ങൾ. ഇന്നും ചിലവരൊക്കെ വിളിച്ച്, എങ്ങനെയുണ്ട്, ക്ഷീണം മാറിയാ? ഇനിയും വരുവാ ഞങ്ങളെ ചിരിപ്പിക്കാൻ? ഞാൻ വരും, തീർച്ചയായും ഞാൻ വരും. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ ഇനിയും വരും. വരാതെ പോകാൻ നമുക്ക് അവസരം കിട്ടുമ്പോ പോവും. അതൊന്ന്. 2ാമത്തെ കാര്യം, എന്താ മകൻ ചോദിച്ചത്? അമ്മ സംഘടന എന്താണെന്ന്. അമ്മ സംഘടനയിലെ മെമ്പർഷിപ്പ് എടുക്കാൻ ആരും അമ്മയെ സഹായിച്ചില്ലേ? അമ്മയെ സഹായിച്ചില്ലേ? 1.5 ലക്ഷം രൂപ അതായിട്ട് മരുന്നിന് കാശ് വെച്ചിട്ട് സഹായിക്കാത്തൊക്കെയാണ് എനിക്ക് അമ്മ സംഘടന സഹായിക്കാൻ പോണം. കാരണം അമ്മ സംഘടന മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആവശ്യകാര്യന്മാർക്കൊക്കെ പെൻഷനും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ അത് വേറെ സംഘടനകളായാലും ഉണ്ട്. അപ്പൊ ഇവരാരും തന്നെ ഒരാളും എനിക്ക് കണ്ടിട്ടില്ല, ഈ നേരം വരെ കണ്ടിട്ടില്ല. അപ്പൊ ഈ പൈസയുള്ള കലാകാരന്മാർക്കും ഇവർക്കും മാത്രം സംഘടനകളുള്ളൂ അവത്തിൽ പ്രവർത്തിക്കും. അത് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ സംഘടന എല്ലാം ഇപ്പൊ തലേന്ന് കീഴ്പ്പഴാൻ കിടക്കുകയല്ല. അവശയായ ഒരാൾക്ക് സംഘടനയില്ല. ഇപ്പൊ എല്ലാവർക്കും സംഘടന തലകീഴ്പ്പഴാൻ കിടക്കി. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പെണ്ണുങ്ങളുടെ പേർക്ക് അങ്ങനെ, ആണുങ്ങളുടെ പേർക്ക് ഇങ്ങനെ. പിന്നെ വിപ്ലവം അങ്ങനെ ഒരുപാട് സൃഷ്ടിക്കണം. അതെ, അപ്പൊ നമുക്ക് അതും പറയാൻ പറ്റില്ല. കാരണം
ഒരു സൂചി നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ട് നൂല് വറക്കാൻ പറ്റുമോ? ഇല്ല. സൂചി അരക്കുന്നാലേ നൂല് വറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആചാരയുടെ വളവുകൊണ്ട്, മരത്തിന്റെ വളവുണ്ട് ആചാരയുടെ ഏറ്റവും ഉണ്ട്. പിന്നെ എന്തിനാണ് എല്ലാം കഴിഞ്ഞിട്ട് പല്ല് കുത്തിരിച്ച് എന്റെ പല്ല് വരത്തൊന്നും പറഞ്ഞു നടക്കേണ്ട കാര്യം വല്ല ഉണ്ടാ? എന്താ വിജയത്തിന്? എന്റെ വീട് എന്റെ വലിയ വീട് ഇടിച്ചാ പോവാലോ. ആരാന്റെ വീട് ഇടിച്ച് എന്നതും ചെയ്യേണ്ട കാര്യം വല്ല ഉണ്ടാ വെച്ച്? അതിന്റെ ഒരാവശ്യവും ഇല്ല. എല്ലാം വന്ന് എന്തെല്ലാം നമ്മളെ സഹിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അതാണിപ്പോ പഠിച്ചോണ്ടിരിക്കണം. അമ്മയുടെ ഒരു പാട്ട് കേൾക്കാതെ പോകുന്നത് എങ്ങനെയാന്ന് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. പാടാൻ പറ്റാത്ത അവസ്ഥയല്ലെന്ന് ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടിട്ട്. നീ ചവിട്ട്. നീ ആദ്യം പോയിക്കോ, നീ കേട്ട് ഞാനിരിക്കും. ഒരു പാവം കൊച്ചാ കേട്ടോ. പാവം കൊച്ചാനാണ് ഇടക്കിടക്കിടക്ക് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പാടി നല്ല പോലെയൊക്കെ പാടി തന്നോന്നും പാടണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ ചുമ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കണേ. എന്നാ പാടണം. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് 2 ദിവസമായി കേൾക്കാൻ പറ്റില്ല. കിടക്കുമ്പോഴേക്കും ചുമ സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 2 ദിവസം തൊണ്ടെങ്കിലും ഉണങ്ങി പിടിക്കുമ്പോഴേക്കും ഈ വെള്ളം എടുത്ത് കുടിക്കും. അപ്പൊ പെട്ടെന്ന് നീക്കുക ചുമ. എന്റെ ഇവിടെയൊക്കെ വെന്തിരിക്കുക അമൃത അങ്ങനെ മാറി പറ്റിയിട്ടുണ്ട്. വെന്തിരിക്കുക എത്രയ്ക്ക് ഭയങ്കര പ്രയാസം ഞാൻ കഴിച്ചു വിട്ടുണ്ട്. കാരണം പെട്ടെന്ന് പോയി മരുന്നിന് മേടിക്കുമ്പോൾ കൊടുക്കാനുള്ള നിവർത്തി എനിക്കില്ല. അതാണ് കാര്യം. മരുന്നിന് ഇപ്പൊ പെട്ടെന്ന് കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല. അതെങ്ങനെ ഒന്ന് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാൻ 5 രൂപ എന്റെ കയ്യിലാണ്. അങ്ങനെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതില്ലാത്തടത്ത് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ എല്ലാം ഞാൻ ഈ കൃപാസനത്തിലെ എണ്ണയും അവിടുത്തെ ഉപ്പുമാണ് എന്റെ പ്രാർത്ഥനയുമാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് തന്നെ. എന്റെ ഇരിപ്പിന്റെ രഹസ്യം അതാ. ഇതിന്റെ അകത്ത് സിനിമയിൽ പറഞ്ഞു കുന്നോളം ഉണ്ട് കേട്ടാ സങ്കടം. ശാരയുടെ മുമ്പിൽ കാണിക്കൂല. അമ്മ സങ്കടപ്പെടണ്ട. കാരണം എനിക്കത് ഇഷ്ടമല്ല. കാരണം അതും ചാലിയാരി പറഞ്ഞു ആ തള്ള വണ്ണകന്നെ ചാലിയായിക്കട മുമ്പിൽ ഇങ്ങനെ മോങ്ങി നാട്ടുകാരോട് കാര്യം മേടിക്കണം. ഈ പറഞ്ഞവിടെ ആരാണെങ്കിലും എന്റെ നേരെ വന്നിച്ചാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അടിച്ചാലോ കിട്ടിയ പറഞ്ഞവൻ അവനാണെങ്കിലും അവളാണെങ്കിലും സത്യം അറിയാതെയാണ് കുറെ സത്യം അറിയാതെ കൊലപാതകം ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടിയിരിക്കൊക്കെ? അമ്മയ്ക്കൊക്കെ ശരിക്കും അഭിനയിക്കാനേ അറിയുള്ളൂ. പക്ഷെ സംസാരിക്കുന്നതെല്ലാം തന്നെ ശുദ്ധമായ മനസ്സോടെ ഒരു കള്ളത്തരം ഇല്ലാതെ തന്നെയാണ്. അങ്ങനെ രീതിയിൽ അവർക്ക് കള്ളത്തരം പറഞ്ഞ് കാശുണ്ടാക്കണമെങ്കിൽ അമ്മയ്ക്ക് ഏതൊക്കെ രീതിയിൽ കാശുണ്ടാക്കും. അവരങ്ങനെ ഉണ്ടാക്കി അങ്ങനെ പാവപ്പെട്ട നമ്മളെയൊക്കെ വേദനിപ്പിച്ചുണ്ടാക്കിയാലേ ആസ്പത്രിയിൽ പോരിയല്ലോ അവനെ. അത് ഉറപ്പായ കാര്യമാണ്. എന്റെ മകൻ വലിയവാല് പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്റെ അമ്മയുടെ ജീവൻ മാത്രം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ ഞാൻ കരഞ്ഞതമ്മ. അല്ല അമ്മച്ചിയുടെ പാടമൊക്കെ ഞങ്ങൾ മക്കൾ വേലെടുത്ത് വരുമ്പോ അമ്മക്ക് ആ സമയത്ത് എന്റെ അമ്മനെ കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ലൈഫ് പരിപാടി ഇട്ടതമ്മ. എനിക്ക് ആക്കാനൊന്നുമില്ലമ്മ എന്ന് പറഞ്ഞ എന്റെ മകൻ എന്ത് കരച്ചിലാർന്നറിയാം എന്റെ ഇളയമ്മ. കാരണം അവനെ വലിയ ആളുണ്ട്, ഇത്തിരി ആരോഗ്യമുള്ളവനാ. അതുകൊണ്ട് അവനെ എല്ലാരും കണ്ണിലുണ്ടിയാക്കി. അവനെന്തിനും ഒരു കാര്യസ്ഥൻ തന്നെയാണ്. ഈ കുടുംബത്തിലെ കാര്യസ്ഥൻ അവൻ തന്നെ. കാരണം ഇപ്പൊ അമ്മയുടെ സ്ഥിതി അനുസരിച്ച് ശരിക്കും പറഞ്ഞ ഒരു ഇവിടുത്തെ ജോലി എന്താന്നൊക്കെ അമ്മ പറഞ്ഞു. അതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഭക്ഷണത്തിന് പോലുള്ള ഒരു സംഭവം ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത്രയും മക്കൾ കൂടെ ജോലിക്ക് ചെയ്താൽ പോലും അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനായിട്ട് തികയത്തില്ല. ഇതൊരു സാമാന്യ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഈ പറയുന്നവർക്ക്. പക്ഷെ അത് ജനങ്ങൾ മനസ്സിലാക്കണില്ലല്ലോ. പിന്നെ ഇനി എങ്ങനെ കാണിച്ചു കൊടുക്കണം? വീട്ടിൽ ചെന്ന് ചട്ടിയെങ്കിലും പൊക്കി കാണിച്ചു കൊടുക്കണം. അത് എനിക്ക് അറിയാൻ ചട്ടേക്ക്. പക്ഷെ അമ്മ അറിയാവുന്ന സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ചാനലുകാരെന്തും പറയട്ടെ, അതിനിടയിൽ കുറച്ചു പേര് തോന്നിയാസം എഴുതട്ടെ. പക്ഷെ അത് കേൾക്കുമ്പോഴേക്കും കുറെ ആൾക്കാർ കുറെ കമന്റ് അങ്ങനെ ഇറക്കും. തള്ളക്ക് വേറെ പണിയില്ല, മറ്റാണ് ഉറക്കാൻ മറ്റാണ് കറിയാണ്, ഇങ്ങനെ കുറെ കമന്റുകൾ. ശരിക്കും ഉള്ള കാര്യങ്ങള് നമുക്ക് പറഞ്ഞാലും മറ്റുള്ളവർ മനസ്സിലാകാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ ജനറേഷൻ. കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് വരെ ഇങ്ങനെ ഒരേ ലൈവ് പ്രോഗ്രാം ഒക്കെ ഇട്ട് ഇല്ലായ്മപ്പെട്ട ആൾക്കാരെയും കൂടി നമ്മൾ മോശമാക്കി കാണിക്കുന്ന ഒരു സംഭവമാണ്. ആ പ്രിയ ഷൈനി വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഒരുപാട് അവളായിട്ടാണ് ഇവർ റോസിനെ മുട്ടിച്ചു തന്നത് എനിക്ക്. പ്രിയ ഷൈനായിട്ട് കാണുന്നതൊക്കെ എല്ലാം സംസാരിക്കണൊക്കെ എല്ലാം മകനായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ തരിക ഒരാൾ സംസാരിക്കാന് ഇപ്പൊ തരൂലായിരുന്നു. അവൾ വന്നപ്പോഴും പറഞ്ഞത് തള്ളേ നിങ്ങളെ വെച്ചിട്ട് ആൾക്കാർ കാശുണ്ടാക്കുമെന്ന് എന്നോട് പറഞ്ഞതാ. ഇനിയെങ്കിലും ആരോടെങ്കിലും സംസാരിക്കണം, മാറ്റിക്കൊണ്ട് സംസാരിക്കണം.
ചിലപ്പോ നിങ്ങൾ പറയണ്ട, പറയാതെ തന്നെ ആൾക്കാർ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ പച്ചയായ മനുഷ്യരാണ്, നിങ്ങളുടെ ഉള്ളിൽ ചതിവും വഞ്ചനയില്ലെന്ന് അവിടെ എന്നോട് പറഞ്ഞത് എനിക്കാണ്. അതൊക്കെ വിടുന്ന ഞമ്മ കൂടുതൽ പറഞ്ഞ് വിഷമിക്കാനും ഇത് പറയാനും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ സന്തോഷമാ ഞങ്ങളിവിടെ സംസാരിച്ചു. ഞങ്ങൾ ഇനിയും തീർച്ചയായിട്ടും ഇവിടെ വരും അമ്മയെ കാണാനും സംസാരിക്കാനും. ഇവിടത്തെ കൊണ്ടുവന്ന വരാപ്പോഴേ വലിക്കാതിരിക്കും ഞാൻ തരാം 8ന്റെ പണി. അപ്പൊ ഇത്ര വൈരാഗ്യം എനിക്ക് അറിയാൻ പാടില്ല. വെറുതെ പറഞ്ഞേടി. സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, സ്നേഹമുള്ളതുകൊണ്ട് പ്രകടിപ്പിക്കുന്നത്. എടി നമുക്ക് കാശ് കൊടുത്താൽ കിട്ടാത്ത സാധനം സ്നേഹം. അതെ, അത് ശരിയാ. കൊട്ടക്കടക്ക് രൂപ കൊടുത്താലും ആ സാധനം കിട്ടണേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്നേഹിക്കുന്നതിന്റെ മനസ്സറിയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കപട സ്നേഹം അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, ആത്മാർത്ഥ സ്നേഹം അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അത് കണ്ടു മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കണം ആദ്യം. അതാണിപ്പോ ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെ എവിടെ കിട്ടുന്നൊക്കെ ആദ്യം കണ്ടറിയണം. അമ്മ ഏതായാലും വളരെ സന്തോഷം. കാരണം ഞങ്ങൾക്ക് ഇനി അടുത്ത സംഭവത്തിലേക്ക് പോകണം. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നൽകിയിട്ടാണ് ഈ ഇന്റർവ്യൂ തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്ക് 2 കൗളിലൊരു ഉമ്മ തന്നിട്ട് ഈ ഷോ അവസാനിക്കുക. ഇനി ഇല്ലെന്ന് പറഞ്ഞാല് എന്റെ അവകാശമാണ്. എന്താ ഈശോ ബലാഹാരം പറഞ്ഞു. മക്കൾ തൻ സ്നേഹത്തിനായി നൽകി മമ്മ സ്നേഹങ്ങൾ പൂത്തു നിൽക്കും നിന്റെ ഹൃദയങ്ങൾ കണ്ടി എന്നിൽ സന്തോഷമായി തീർന്നീരാ നിൽപ്പു ഞാനീ. വയ്യാണ്ട് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ്.